ഹരേ കൃഷ്ണ. രാമായണം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അയോധ്യാകാന്ഡമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 2 വീഡിയോകളാണ് നമ്മൾ ഇട്ടത്. ഒന്ന് ഭരതൻ്റെ ശകാരവും, രണ്ടാമത് ഭരതൻ കൗസല്യാദേവിയെ കണ്ടിട്ട് ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്ന ഭാഗവും. വളരെ വികാരനിർഭരമായ ഭാഗമാണ്. കേട്ടിട്ടില്ലാത്തവർ തീർച്ചയായും കേൾക്കുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ മാധവം എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തണം, എങ്കിലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഭരതൻ ശ്രീരാമചന്ദ്രനെ തേടി വനത്തിലേക്ക് പോവുകയാണ്. ഭരതൻ്റെ കൂടെ ദാസന്മാരും ദാസികളുമായിട്ടുള്ള സകല സ്ത്രീ പുരുഷന്മാരും അന്തഃപുരത്തിലുള്ളവരുമെല്ലാം തന്നെ ശ്രീരാമനെ തിരികെ കൊണ്ടുവരാനായി പുറപ്പെട്ടു. ബാലന്മാരും വൃദ്ധന്മാരും മടിച്ചു നിന്നില്ല. എണ്ണിയാലൊടുങ്ങാത്ത രാജാക്കന്മാരാണ് കൂടെ പോയത്. വൃദ്ധസേനാധിപതി തുടങ്ങി എല്ലാവരും തന്നെ ഭരതനോടൊത്ത് സഞ്ചരിച്ചു. കൗസല്യയും സുമിത്രയും 700 റാണിമാരും ഭരതൻ്റെ കൂടെ പോയി. വസിഷ്ഠൻ തുടങ്ങിയ മുനിമാർ എല്ലാവരും തന്നെ യാത്രയായി. ഭരതനെ പേടിച്ചിട്ട് കൈകേയി മാത്രം പോയില്ല. മന്ധരയോടൊപ്പം വസതിയിൽ കഴിഞ്ഞു. ഏറെ ദൂരം പോയി കഴിഞ്ഞാണ് വിശ്രമിച്ചത്. അപ്പോൾ വസിഷ്ഠൻ ഭരതനോട്, എത്ര പ്രയത്നിച്ചാലും രാമൻ തിരികെ വരുമെന്ന് തോന്നുന്നില്ല. കാരണം പിതാവിൻ്റെ സത്യം പാലിക്കാനാണ് രാമൻ വനത്തിലേക്ക് പോയത്. ഈ വിധം പറഞ്ഞു. പക്ഷേ ഭരതൻ ഇതൊന്നും തന്നെ ചെവിക്കൊണ്ടില്ല. വസിഷ്ഠ മഹർഷിക്ക് യുക്തി കൊണ്ട് ഭരതനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഭരതൻ ജ്യേഷ്ഠനെ ഓർത്ത് വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ശ്രീരാമചന്ദ്രൻ യമുനാ നദിയുടെ മറുകരയിലാണ്. ഭരതൻ യമുന കടന്നു. ഗംഗാതീരത്തിലെ ഗുഹൻ എന്ന വനരാജാവ് സൈന്യനീക്കം കണ്ട് അന്വേഷിക്കാൻ ദൂതനെ വിട്ടു. ഉയർന്ന നിരീക്ഷണ സ്ഥാനത്തു നിന്ന് നോക്കിയപ്പോൾ അയോധ്യയുടെ സൈന്യമാണ് വരുന്നതെന്ന് മനസ്സിലായി. പരിജനകൾ ഗുഹനോട് പറഞ്ഞു, ഭരതൻ്റെ സൈന്യം ശ്രീരാമനുമായി യുദ്ധം ചെയ്യാൻ വരികയാണ്. ശ്രീരാമൻ്റെ അഭിഷേകം മുടക്കി വനത്തിലയച്ചു. ഇപ്പോൾ അക്ഷൗണി പടയും കൂട്ടി ആക്രമിക്കാൻ വരികയാണ്. ശക്തിയേറിയ ശരങ്ങൾ അയച്ച് ആനയെയും കുതിരയെയും സൈന്യത്തെയും എയ്തു വീഴ്ത്തണം. ഭരതൻ ഇനി ദേശത്തിലേക്ക് തിരികെ പോകരുത്. ഗുഹൻ അപ്പോൾ അനുചരന്മാരോട് പറഞ്ഞു, തിടുക്കം കൂട്ടരുത്. ശ്രീരാമചന്ദ്രൻ്റെ ഇളയ സഹോദരനാണ് ഭരതൻ. അവരുടെ കയ്യിൽ പാലും നെയ്യും തൈരും തേനും നിറച്ച കുടങ്ങളാണ്. പഴങ്ങളുമുണ്ട്. മാമ്പഴവും ചക്കപ്പഴവും മുന്തിരിങ്ങയും തേങ്ങയും പാക്കുമുണ്ട്. എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ആദ്യം ഭരതകുമാരൻ്റെ ഉദ്ദേശമറിയട്ടെ. ശത്രുഭാവത്തിലാണ് വന്നതെങ്കിൽ തകർത്ത് നദിയിലൊഴുക്കണം. അതല്ല, ശ്രീരാമചന്ദ്രനെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വന്നതെങ്കിൽ ഭരതന് നല്ലൊരു പൂജ നൽകണം. ഇങ്ങനെയൊക്കെ ഗുഹൻ ആലോചിച്ചു. ആ സമയത്ത് സുമന്ത്രർ അവിടെ വന്നു ചേർന്നു. എന്നിട്ട് സുമന്ത്രർ ഭരതൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു. പറയൂ, ശ്രീരാമൻ ഏതു വഴിയാണ് പോയിരിക്കുന്നത്? ഗുഹൻ പറഞ്ഞു, ഇവിടെ നിന്നും കാണാൻ കഴിയുകയില്ല. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ബഹുദൂരം പോയിക്കഴിഞ്ഞിരിക്കുന്നു. ഗുഹൻ ഭരതനെ തലകുനിച്ച് ബന്ധിച്ചിട്ട് അടുത്തു ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഗുഹൻ ക്ഷണിച്ചു. അവിടുത്തെ സൈന്യങ്ങൾക്ക് അതിഥി സൽക്കാരം നൽകാൻ അനുവദിച്ചാലും. ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠനെ കാണുന്നതുവരെ സൈന്യങ്ങളൊന്നും തന്നെ ആഹാരം കഴിക്കുകയില്ല. ഗംഗയിലെ തിരമാലകൾക്കിടയിൽ പരിചയമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങളെ നദി കടത്തിവിട്ടാൽ ആപത്തില്ലാതെ പോകാം. ഗുഹൻ പറഞ്ഞു, എൻ്റെ സേനയ്ക്ക് വഴിയറിയാം. സേനയോടൊത്ത് ഞാനും അങ്ങയുടെ കൂടെ വരാം. അങ്ങയുടെ വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല. സഹോദരനെ കാണാൻ വരുന്നത് ഇത്ര സന്നാഹങ്ങളോടു കൂടിയാണോ? സൈന്യത്തെ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയമാകുന്നുണ്ട്. ഭരതൻ പറഞ്ഞു, എൻ്റെ മനസ്സ് നിങ്ങൾക്കറിയില്ല.
രാമനൊഴികെ മറ്റൊരു ഗതിയും എനിക്കില്ല. ജ്യേഷ്ഠനെ കൂടാതെ രാജാവാകാൻ ഞാനില്ല. രാജ്യത്തെയും കൊണ്ടുവന്നാണ് രാമനെ തിരികെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. ഗുഹൻ പറഞ്ഞു, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. അങ്ങയുടെ യശസ് ലോകം മുഴുവൻ വ്യാപിക്കും. എൻ്റെ മിത്രമായ രഘുനാഥൻ അങ്ങ് സഹോദരനായതിനാൽ ധന്യനാണ്. അങ്ങു നിമിത്തം രഘുവംശം ധന്യവും പവിത്രവുമായി തീർന്നിരിക്കുന്നു. ഹേ ചണ്ഡാളരാജൻ, അനവധി ദിവസം ശ്രീരാമനെ പൂജിച്ചവനാണു ഞാൻ. എങ്കിലും മാതാവിൻ്റെ ദോഷം നിമിത്തം ഞാൻ ദുഷ്ടനായി തീർന്നു. ഗുഹ പറയൂ, ശ്രീരാമൻ ഏതു ദിക്കിലേക്കാണ് പോയിരിക്കുന്നത്? ഭരതൻ ചോദിച്ചു. ഗുഹൻ പറഞ്ഞു, ഒരു രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരു യുഗം കൊണ്ടെന്ന വണ്ണം ഞങ്ങൾ അടുത്തു. ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനാണ്. രാവും പകലും സേവിച്ചു. വില്ലും അമ്പും ധരിച്ച് രാത്രി മുഴുവൻ കാവൽ നിന്നു. സുമന്ത്രരെ തിരികെ അയച്ചിട്ട് രാമൻ വിചാരിച്ചു, ഞാൻ ഇവിടെയുണ്ട് എന്ന് സുമന്ത്രരിൽ നിന്നും ഭരതൻ അറിയണ്ട. അകലെ മറ്റൊരിടത്തേക്ക് പോകാം. ഭരതന് വന്നു കാണാൻ കഴിയാത്ത ഒരിടത്തേക്ക്. ഈ വഴിയിൽ കൂടി മഹാവനത്തിലേക്ക് അവർ കടന്നു. ഞാൻ 3 പേരെയും ഗംഗ കടത്തിവിട്ടു. ഗുഹൻ്റെ പക്കൽ നിന്നും എല്ലാവരും വിവരങ്ങളെല്ലാം അറിഞ്ഞു. എല്ലാവരും ഗുഹൻ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടി യാത്ര തുടർന്നു. ആ വഴിയിൽ കുറച്ച് നടന്നപ്പോൾ മരച്ചുവട്ടിൽ ഒരു പുൽക്കിടക്ക കണ്ടു. രഘുപതി കിടന്ന സ്ഥലമാണ്. ആ പുൽമെത്തയിൽ ഭഗവാന്റെ ഒരു വസ്ത്രവും ഊരിപ്പോന്ന ഒരാഭരണവും കാണാനിടയായി. ആഭരണം സൂര്യകിരണങ്ങളേറ്റ് മിന്നിത്തിളങ്ങി. രാമൻ്റെ ആഭരണം ഭരതൻ തിരിച്ചറിഞ്ഞു. പ്രഭു എങ്ങനെ ഈ ഉണക്കൽ പുല്ലിന്മേൽ കിടന്നു? ജാനകീദേവിയും ലക്ഷ്മണനും എങ്ങനെ കഴിച്ചുകൂട്ടി? ഭരതന് തല കറങ്ങുന്നത് പോലെ തോന്നി. സുമന്ത്രർ പതുക്കെ പിടിച്ച് ചേർത്തിരുത്തി. ഭരതൻ ദുഃഖാധിക്യത്താൽ ബോധം കെട്ടു. ഭരതൻ്റെ കരച്ചിലിൽ പാറകൾ പിളർന്നുപോയി. അനവധി സ്വാന്തന വാക്കുകൾ കൊണ്ട് ഭരതൻ ഉണർന്നു. ശ്രീരാമനെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖം ശമിച്ചില്ല. കുതിരയും ആനയും സൈന്യവും 700 രാജ്ഞിമാരും അന്നു രാത്രി ഉപവാസമായി അവിടെ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ ഭരതനും സംഘവും പുറപ്പെട്ടു ഗംഗാനദീ തീരത്ത് വന്നു ചേർന്നു. ഗുഹൻ ഭരതൻ്റെ കൂടെയുണ്ട്. ഗംഗയുടെ തിരകൾക്ക് മുകളിലൂടെ നൗകകൾ നീങ്ങിത്തുടങ്ങി. ഗുഹൻ്റെ സഹായത്താൽ എല്ലാവരും ഗംഗ കടന്നു. ഗുഹൻ പറഞ്ഞു, എനിക്കിനി ഇവിടെ കാര്യമില്ല. ഞാൻ സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങട്ടെ. തിരികെ രാജ്യത്തിലേക്ക് മടങ്ങുമ്പോൾ എന്നെ അറിയിക്കാൻ ഓർക്കണേ. ഭരതൻ പറഞ്ഞു, ഗുഹ, ശ്രീരാമചന്ദ്രൻ്റെ മിത്രമായ അങ്ങയെ ഞാൻ പൂജിക്കേണ്ടതാണ്. ശ്രീരാമചന്ദ്രനെ തോളിലേറ്റിയ ധന്യനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഗുഹനെ ഭരതൻ ആലിംഗനം ചെയ്തു. ഗുഹൻ സ്വദേശത്തേക്ക് മടങ്ങി. ശ്രീരാമചന്ദ്രൻ ഉള്ള സ്ഥലം ലക്ഷ്യമാക്കി ഭരതൻ യാത്ര തുടർന്നു. മാധവ തീർത്ഥത്തിൻ്റെ തീരത്തുകൂടിയാണ് ആ പാത. ആ തീർത്ഥത്തെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ചു. ആനകളെയും കുതിരകളെയും അവിടെ നിർത്തിയിട്ട് വളരെ കുറച്ച് അകമ്പടിക്കാരോടുകൂടി തപോവനത്തിലേക്ക് ചെന്നു. ഭരദ്വാജ മഹർഷി അവിടെ ഉണ്ടായിരുന്നു. ഭരതൻ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. ദശരഥ തനയൻ ഭരതൻ എന്നാണ് എൻ്റെ നാമം. ലക്ഷ്മണൻ എൻ്റെ അനുജൻ, ജ്യേഷ്ഠൻ രാമൻ. രാമനെ ഉദ്ദേശിച്ചാണ് ഞാൻ വനത്തിലേക്ക് വന്നത്. പറയൂ മഹർഷേ, അദ്ദേഹത്തെ എവിടെ കാണാം? മുനി ചോദിച്ചു, എന്തുദ്ദേശത്തിലാണ് രാമനെ കാണാൻ വന്നിരിക്കുന്നത്? തനിയല്ലല്ലോ വന്നിരിക്കുന്നത്. എന്തിനാണ് സൈന്യത്തെ വഴിയിൽ നിർത്തിയിരിക്കുന്നത്? എന്താണ് താങ്കളുടെ ലക്ഷ്യം? ഭരതൻ പറഞ്ഞു, മാമുനെ, എനിക്ക് കപടം അറിഞ്ഞുകൂടാ. ധ്യാനം കൊണ്ട് അങ്ങേക്ക് എല്ലാം കാണാമല്ലോ. ആശ്രമത്തിൽ പട്ടാളത്തെയും കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാകും. അയോധ്യയുടെ 7 അക്ഷൗണി സേന എൻ്റെ കൂടെയുണ്ട്.
എന്തുകൊണ്ടാണ് മുനി സൈന്യത്തെ ഇത്രയധികം ഭയപ്പെടുന്നത്? ശ്രീരാമചന്ദ്രനെ തിരികെ വിളിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. പടകളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് ആശ്രമത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ്. മുനി അപ്പോൾ പറഞ്ഞു, ഭരത, അങ്ങേക്ക് ഇഷ്ടമുള്ളത്ര അക്ഷൗണി ഇവിടെ കൊണ്ടുവന്നുകൊള്ളൂ. എല്ലാവർക്കും താമസിക്കാൻ ഞാൻ സൗകര്യം തരാം. അതിഥികൾക്കെല്ലാം ഞാൻ ശുശ്രൂഷ ചെയ്യാം. മുനിയുടെ വാക്ക് ഭരതന് വിശ്വാസമായില്ല. എങ്ങനെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ പാർക്കുന്നത്? മുനി ചിരിച്ചു. എന്നിട്ട് യജ്ഞശാലയിൽ ചെന്ന് ധ്യാനിച്ചു. സ്മരിച്ചവരൊക്കെ തന്നെ അപ്പോൾ അവിടെ വന്നു ചേർന്നു. ആദ്യം വിശ്വകർമാവ് വന്നു ആശ്രമത്തിൽ അത്യപൂർവമായൊരു നഗരം നിർമ്മിച്ചു. അതിനുശേഷം പുണ്യനദികളുടെ യോഗബലം കൊണ്ട് ധാരാളം നദികൾ അവിടെ ഒഴുകി. 100 നദികൾ, യമുന, നർമ്മദ, കൃഷ്ണ, ഗോദാവരി, ഭൈരവി, സിന്ധു, ഗോമതി, കാവേരി, സരയു, തമസ, മഹാനദി, അതുപോലെ തർപ്പണം ചെയ്യുന്നവർക്ക് മോക്ഷപദം നൽകുന്ന കാളന്തി, പുഷ്കര, ഗണ്ഡകി, ശ്വേത, ഗംഗ, സ്വർഗഗംഗ, കൗശികി, ഇഷ്ട, രസ, സുഗന്ധി തുടങ്ങിയ ധാരാളം നദികൾ പുരവാസികളുടെ ക്ഷീണം തീർക്കുവാനായി അവിടെ എത്തി. പാലും തൈരും നെയ്യും 4 പാടും ഒഴുകി. ഭഗീരഥിയും ആശ്രമത്തിലേക്ക് ഒഴുകിയെത്തി. ഭരദ്വാജ മഹർഷിയുടെ തപസ്സിൻ്റെ വൈഭവം. സമ്പത്തിൻ്റെ ദേവതയായ കുബേരൻ അവിടെ വന്നു ചേർന്നു. എല്ലാവർക്കും ധാരാളം സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഭരദ്വാജമുനി ഈ വിധം ശുശ്രൂഷിച്ചു. പക്ഷേ ഭരതൻ്റെ മനസ്സ് ഇതിലൊന്നും തന്നെ നിലകൊണ്ടില്ല. സദാ ജ്യേഷ്ഠനെ പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു. പിറ്റേ ദിവസം ഭരതൻ മുനിയോട് പറഞ്ഞു, മഹർഷേ, അങ്ങയുടെ വസതിയിൽ രാത്രി വളരെ സുഖമായിരുന്നു. ശ്രീരാമചന്ദ്രനെ എവിടെ ചെന്നാൽ കാണാം, പറയൂ. ഉപദേശം തന്ന് എൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം. ഭരത, നിന്നെപ്പോലെ ജ്യേഷ്ഠനോടുള്ള ഭക്തിയുള്ള ആരുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വരം ചോദിച്ചു കൊള്ളുക, ഞാൻ തരാം. മഹർഷേ, എനിക്ക് മറ്റൊരു വരവും ആവശ്യമില്ല. എൻ്റെ ജ്യേഷ്ഠനെ കണ്ടെത്തണം. മഹർഷി പറഞ്ഞു, ശ്രീരാമൻ എവിടെയുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അദ്ദേഹം രാജ്യത്തിലേക്ക് തിരികെ വരികയില്ല. ചിത്രകൂട പർവ്വതത്തിൽ ശ്രീരാമചന്ദ്രനുണ്ട്. അവിടെ ചെന്നാൽ കാണാം. മറ്റു പല മുനിമാരും സഹായിച്ചു. ഭരതനും പരിവാരങ്ങളും ചിത്രകൂടത്തിൽ എത്തി. പൊടിപടലങ്ങൾ കൊണ്ട് 10 ദിക്കും മൂടിക്കിടന്നു. ഭരതസൈന്യം യമുന കടന്നു. വായുവേഗത്തിൽ സഞ്ചരിച്ചു. ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്തെത്തി. വനം ഭയാനകമാണ് എന്ന് തോന്നി. ചിത്രകൂട പർവ്വതത്തിൽ വസിക്കുന്ന മുനിമാർ സന്തുഷ്ടരായിരുന്നു. സൈന്യത്തിൻ്റെ കോലാഹലം കേട്ട് അവർക്ക് ഭയം തോന്നി. രാമചന്ദ്ര, രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ ശ്രീരാമചന്ദ്രൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ശ്രീരാമനും ലക്ഷ്മണനും ജാനകിയും പുതുതായി നിർമ്മിച്ച പർണശാലയിൽ താമസിക്കുകയായിരുന്നു. പർണശാലയുടെ വാതുക്കൽ രാമൻ, അകത്തു ജാനകി, പുറത്ത് വാതുക്കൽ ലക്ഷ്മണൻ. ഉത്തരീയോ മുടുവസ്ത്രവും മാത്രം ധരിച്ചുകൊണ്ട് യാത്ര കൊണ്ട് മലിനശരീരനായി കണ്ണുനീരണിഞ്ഞുകൊണ്ട് ഭരതനും ശത്രുഘ്നനും വന്നു. ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ശ്രീരാമൻ ആനന്ദത്തോടെ അനുജനെ ആലിംഗനം ചെയ്തു. പാദവന്ദനം മുതലായ കാര്യങ്ങൾ ഭരതൻ ചെയ്തു. ശ്രീരാമചന്ദ്രനും ജാനകിയും ലക്ഷ്മണനും താപസവേഷത്തിൽ നിൽക്കുന്നത് കണ്ട് ഭരതന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഭരതൻ കാലു പിടിച്ചു ശ്രീരാമചന്ദ്രൻ്റെ. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ആര് പറഞ്ഞിട്ടാണ് അങ്ങ് രാജ്യം വിട്ടത്? വനത്തിലേക്ക് ആര് പറഞ്ഞിട്ടാണ് പോന്നത്? അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി പോകാമോ? തെറ്റ് ക്ഷമിച്ച് നാട്ടിലേക്ക് തിരികെ വരിക. സിംഹാസനത്തിലിരുന്ന് എല്ലാവരുടെയും മനക്ലേശം അകറ്റണം.
അയോധ്യയ്ക്ക് അലങ്കാരവും അർത്ഥവും ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠനില്ലെങ്കിൽ അയോധ്യയിൽ പകലും ഇരുട്ടായിരിക്കും. പ്രഭോ, അയോധ്യയിലെ രാജാവാകൂ, ഞാൻ ദാസനായി ആജ്ഞയനുസരിച്ച് സേവ ചെയ്യാം. ശ്രീരാമചന്ദ്രൻ ഭരതനെ ഉപദേശിച്ചു. ഭരത, നീ പണ്ഡിതനാണ്, ആലോചിക്കാതെ ഇങ്ങനെ പറയുന്നത് ഉചിതമല്ല. വെറുതെ ചെറിയമ്മയുടെ മേൽ കുറ്റം ആരോപിക്കരുത്. ഞാൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചാണ് വന്നത്, വനത്തിലേക്ക് പോന്നത്. 14 വർഷം വനത്തിൽ ജീവിച്ചിട്ട് അച്ഛൻ്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ഞാൻ അയോധ്യയിലേക്ക് വരും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പറയൂ ഭരത, അച്ഛന് സുഖമാണോ? ത്രികാലജ്ഞാനിയായ ഭഗവാനാണ് ഭരതനോട് ഈ കാര്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ശ്രീരാമചന്ദ്രൻ? കാരണം പൂർണ്ണമായ മനുഷ്യരൂപത്തിലുള്ള നാരായണൻ്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. അപ്പോൾ വസിഷ്ഠനാണ് മറുപടി പറഞ്ഞത്. രാമപിതാവ് സ്വർഗസ്ഥനായി. രാമനും ലക്ഷ്മണനും സീതയും ഇതു കേട്ട് മോഹാലസ്യപ്പെട്ടു. ഉണർന്നതും ഭൂമിയിൽ കിടന്നുരുണ്ട് വളരെ നേരം കരഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തു. ശാസ്ത്രമനുസരിച്ച് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. പിതാവിൻ്റെ ശ്രാദ്ധം ചെയ്യാനുള്ള അവകാശം മൂത്തപുത്രനാണ്. 3 ദിവസം കഴിഞ്ഞ് ശ്രാദ്ധം സമർപ്പിക്കണം. ഭരതൻ ഭണ്ഡാരത്തിലുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ധനമെടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ചിലവ് ചെയ്യാം. ദുഃഖമടക്കണം. സത്യം പാലിച്ചുകൊണ്ടാണ് പിതാവ് സ്വർഗത്തിലേക്ക് പോയത്. കരഞ്ഞു കരഞ്ഞ് ആ പുണ്യം നശിപ്പിക്കരുത്. മൃതശരീരം തൈലത്തിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഭരതൻ വന്നിട്ടാണ് ദഹിപ്പിച്ചത്. ധാരാളം ദാനങ്ങൾ ഭരതൻ ചെയ്തിരുന്നു. സൂര്യവംശത്തിലെ ഒരു രാജാവും ഇത്രയേറെ ദാനം ചെയ്തിട്ടുണ്ടാവില്ല. രാമൻ പറഞ്ഞു, ഹേ വസിഷ്ഠ, കുലപുരോഹിതനായ അവിടുന്ന് പിതൃശ്രാദ്ധം ചെയ്യാൻ അനുവാദം തന്നാലും. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഫൽഗു നദീതീരത്തേക്ക് പോയി. എല്ലാവരും നദിയിൽ കുളിച്ചു. നാമവും ഗോത്രവും പറഞ്ഞു തർപ്പണം ചെയ്തു. വീണ്ടും കുളിച്ചിട്ട് നദീതീരത്തിരുന്നു. ഒപ്പം ബന്ധുക്കളും സ്വജനങ്ങളും ഇരുന്നു. എല്ലാവരോടുമായി ശ്രീരാമൻ ചോദിച്ചു, ആയുസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കാൻ കാരണം എന്താണ്? സൂര്യവംശത്തിലുള്ളവർ 10,000 വർഷം ജീവിക്കാറുണ്ട്. കാലം പൂർണ്ണമാവാതെ മൃത്യു ഉണ്ടാകാൻ എന്താണ് കാരണം? സുമന്ത്ര പറഞ്ഞു, പുത്രശോകമാണ് അതിന് കാരണം. കുമാരൻ വനത്തിലേക്ക് പോയപ്പോൾ രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിയുകയായിരുന്നു. അച്ഛനെപ്പറ്റി പറഞ്ഞുകൊണ്ട് 3 പേരും വീണ്ടും വീണ്ടും കരഞ്ഞു. അപ്പോഴേക്കും ശ്രാദ്ധത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ശ്രീരാമചന്ദ്രൻ അച്ഛന് ശ്രാദ്ധം ചെയ്തു. വസിഷ്ഠൻ ശ്രീരാമനോട് പറഞ്ഞു, ഭരതൻ അപേക്ഷിച്ചത് അനുവദിക്കണം. ഭരതന് നീയില്ലാതെ മറ്റൊരു ഗതിയില്ല. അത് മനസ്സിലാക്കി ഭരതൻ പറഞ്ഞത് അനുവദിക്കണം. ശ്രീരാമചന്ദ്രൻ വസിഷ്ഠനോടും ഭരതനോടും മറ്റുള്ളവരോടുമായി മറുപടി പറഞ്ഞു, മഹർഷേ, എനിക്ക് സന്തോഷവും സുഖവുമാണ്. പ്രാണനേക്കാൾ പ്രിയനാണ് എനിക്ക് ഭരതൻ. ഭരതൻ മറ്റൊരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. ഭരതന് രാജ്യം ലഭിക്കുമ്പോൾ എനിക്ക് തന്നെയാണ് രാജ്യം ലഭിക്കുന്നത്. അനുജ ഭരത, വേഗം അയോധ്യയിലേക്ക് ചെല്ലൂ. മന്ത്രിമാരുമായി ആലോചിച്ച് രാജ്യകാര്യങ്ങൾ നടത്തൂ. രാജസിംഹാസനം ശൂന്യമായി കിടക്കുന്നു എന്ന് ചിന്തിച്ചിട്ടു തന്നെ ഭയമാകുന്നു. ഏതെങ്കിലും ശത്രു ഏത് നിമിഷത്തിലെങ്കിലും ആപത്തുണ്ടാക്കിയാലോ? എനിക്ക് അറിവുള്ളതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ഹിതാഹിതങ്ങൾ വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. 14 വർഷം ക്ഷണനേരത്തിൽ കടന്നു പോകും. അപ്പോൾ നമ്മൾ 4 സഹോദരന്മാരും അയോധ്യയിൽ വീണ്ടും ഒത്തുകൂടും. ഭരതൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രാജ്യം രക്ഷിക്കണമെന്നത് എൻ്റെ കർത്തവ്യമല്ല, അത് ജ്യേഷ്ഠൻ്റേതാണ്. ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ തരൂ. പാദുകങ്ങളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാം.
പ്രജകളെ അപ്പോൾ ജ്യേഷ്ഠൻ തന്നെയാകും പരിപാലിക്കുക. ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ കൊട്ടാരത്തിലുണ്ടെങ്കിൽ 3 ലോകത്തിലും ആരെയും ഭരതന് പേടിയില്ല. ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടുകൂടി അത് അനുവദിച്ചു. ജീവനേക്കാൾ പ്രിയങ്കരനായ ഭരത, പാദുകങ്ങൾ കൊണ്ടുപോയിക്കോളൂ. നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് രാജ്യകാര്യം നോക്കുക. എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധിച്ച് രാജ്യകാര്യങ്ങൾ നടത്തുക. നിറഞ്ഞ മനസ്സോടെ രാമപാദുകങ്ങൾ ശിരസിൽ എഴുന്നള്ളിച്ചപ്പോൾ ഭരതൻ്റെ സർവാംഗം രോമാഞ്ചം കൊണ്ടു. പാദുകത്തിൽ പട്ടാഭിഷേകം നടത്തിയിട്ട് ഭരതൻ ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ച് തിരികെ പോന്നു. യാത്ര പുറപ്പെടുമ്പോൾ എല്ലാവരും കരഞ്ഞു. എല്ലാവരുടെയും മനസ്സ് വിങ്ങിപ്പൊട്ടി. ഭരതൻ പോയി കഴിഞ്ഞു. കുറച്ചു കാലം കൂടി ശ്രീരാമചന്ദ്രൻ ചിത്രകൂടത്തിൽ കഴിഞ്ഞു. ഭരതൻ സൈന്യവുമൊത്ത് 3 ദിവസം യാത്ര ചെയ്തു അയോധ്യയിലെത്തി. ഭഗവാൻ പറഞ്ഞയച്ചതുപോലെ വിശ്വകർമാവ് നന്ദിഗ്രാമത്തിൽ കൊട്ടാരം പണിഞ്ഞു. ഭരതൻ രത്നസിംഹാസനത്തിൽ പട്ടുവിരിച്ചു. അതിന്മേൽ ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ വെച്ചു. വെൺകൊറ്റക്കുട പിടിച്ചു. അതിനു മുമ്പിൽ കൃഷ്ണമൃഗത്തോലിൽ ഇരുന്നു കൊണ്ട് ഭരതനും മന്ത്രിമാരും രാജ്യകാര്യം നടത്തി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നാമമൊക്കെ ചൊല്ലുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു വലിയ ദുരന്തം നടന്നിരിക്കുന്നു. എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ആ കാര്യം കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം വീഡിയോയെ പറ്റിയിട്ടുള്ള. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹരേ കൃഷ്ണ.